ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് പാണ്ഡ്യൻ സ്റ്റോർ 2 ഭാഗമാണ് പറയണത്, അതുകൊണ്ട് തന്നെ ഇത് എപ്പിസോഡിൽ എന്തായാലും ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കാണിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ ദേവിയാണെന്നുണ്ടെങ്കിൽ പലചരക്ക് കടയിൽ ഗോമതി സ്റ്റോഴ്സിൽ കയറിയപ്പോൾ തന്നെ ഒരുപാട് കച്ചവടമൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. 10-12,000 രൂപയുടെ ലാഭമാണ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഉണ്ടായി. അപ്പൊ ബാലൻ വൈകിട്ട് വരുമ്പോഴേക്കും കണക്കും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ബാലൻ പറയണ്ട, ആഹാ ഇന്ന് കൊള്ളാലോ, മോള് പതിവിൽ കൂടുതൽ കച്ചവടമാണല്ലോ ഇന്ന് നടന്നിരിക്കണത്. അപ്പൊ ദേവി പറയണ്ട, അച്ഛാ അതെ ബാലച്ച ഇന്ന് കച്ചവടം ഉണ്ടായി ശരിയാണ്, പക്ഷെ എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല കേട്ടോ, ചിലപ്പോ കച്ചവടം കുറഞ്ഞത് പറഞ്ഞ വഴക്കൊന്നും പറയരുത് എന്ന് പറയാണ്. അങ്ങനൊന്നും ഇല്ല മോളെ എന്ന് പറയുമ്പോൾ ഇത്ര ഒരു ആശയം പറയണ്ട്. അതെ അങ്കിളെ, ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ മോളെ? അല്ല, നമുക്ക് കച്ചവടം കുറച്ചൊരു കൂട്ടാനായിട്ടേ നമുക്ക് ഒരു ഓൺലൈൻ പോലെ ഒന്ന് അറേഞ്ച് ചെയ്താലോ? വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അപ്പൊ ഓൺലൈനായിട്ട് നമുക്ക് സാധനങ്ങൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കും, നമുക്ക് അവർക്ക് സാധനങ്ങൾ കൊണ്ടേ കൊടുക്കാം. അതിന് നമ്മുടെ അടുത്ത് സ്റ്റാഫുകൾ കുറവല്ലേ മോളെ? ഒരാളെയും കൂടി സ്റ്റാഫായിട്ട് നിർത്തിയാൽ പോരെ? അങ്ങനെ ആകുമ്പോഴേക്കും ആൾക്കാർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആവും. ഇപ്പൊ കൂടുതലും അങ്ങനെയാണല്ലോ അങ്കിളെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നല്ലതാണെന്ന് മിത്ര പറയുമ്പോൾ നമ്മുടെ ദേവി പറഞ്ഞത് ശരിയാണല്ലോ ബാലച്ച, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഐഡിയ ഒക്കെ കൊള്ളാം, ഞാനൊന്ന് നോക്കട്ടെ, നല്ല ഐഡിയ ആണ്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ബാലനും പറയണ്ടേ. അങ്ങനെ ബാലൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മിത്രയും മീനാക്ഷിയും ദേവിയും കൂടി ചെന്ന് പാൽപ്പായസം കുടിക്കാട്ടോ. ബാലൻ വന്നപ്പോൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്, കാരണം അത് നമ്മുടെ ഗോമതി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ പായസമാണ്. തന്റെ അനുമോൾ 95% എല്ലാ വിഷയത്തിനും A+ മേടിച്ച് ജയിച്ചത് കൊണ്ട് സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ പായസം ആയതുകൊണ്ട് തന്നെ ഇനി ബാലൻ കണ്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ച് മരുമക്കൾ 3 പേര് അത് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ബാലനോട് സംസാരിച്ചത്. ബാലൻ പോയി കഴിയുമ്പോഴേക്കും അവർ 3 പേരും അത് കഴിക്കണം. അപ്പോൾ നമ്മുടെ ബാലന് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഗോമതി പാൽപ്പായസം വെച്ച കാര്യമൊക്കെ കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ അടുക്കളയിൽ പോകുമ്പോൾ നമ്മുടെ ഗോമതി എടുത്ത് പറയുന്നുണ്ട്, ഇന്നെന്താ നല്ലൊരു പാൽപ്പായസത്തിന്റെ മണം എന്ന് ചോദിക്കുകയാണ്. അത് പാൽപ്പായസം ഞാൻ വെറുതെ വെച്ചതാണ്, അത് ഇവിടെ സേമിയ ഇരിപ്പുണ്ടായിരുന്നില്ല വിഷുവിന്റെ ബാക്കി, അതെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഓഹോ, അപ്പോ വെറുതെ വെച്ചതാണ്, അല്ലാതെ തന്റെ മോള് പരീക്ഷയ്ക്ക് നല്ല മാർക്കോട് ജയിച്ചതിനെ വെച്ചതല്ലേ? ബാലേട്ടൻ ഇത് എങ്ങനെ അറിഞ്ഞു അവള് പരീക്ഷയ്ക്ക് നല്ല മാർക്കോട് ജയിച്ചെന്ന്? ഓ, ബാലേട്ടൻ അപ്പം റിസൾട്ട് നോക്കിയായിരുന്നല്ലേ? ആര് പറഞ്ഞു ഞാൻ റിസൾട്ട് നോക്കിയെന്ന്? അവളെ ആ കാര്യം പറയാൻ വേണ്ടി കടയിലേക്ക് വന്നിരുന്നു, ഞാൻ പിടിച്ചു പുറത്താക്കി. അതിനിടക്ക് അലോകിന്റെ വക കുറച്ച് ഷോയും. ഈ പായസം അവൾക്ക് വേണ്ടി താൻ ഉണ്ടാക്കിയതാണോ? അല്ലല്ല, നമ്മുടെ ദേവി മോള് മനസ്സ് വേദനിച്ചിരിക്കാണല്ലോ, കുറെ നാളിന് ശേഷം അവള് തിരിച്ച് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നു തുടങ്ങിയല്ലോ, അപ്പൊ അതിന്റെ സന്തോഷത്തിൽ വെച്ചതാ ബാലേട്ട, അല്ലാതെ അനുമോള് ജയിച്ചതിന് വെച്ചൊന്നും അല്ല എന്ന് പറയാണ്. അങ്ങനെയായ തനിക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ബാലൻ പോവാണ്. പിറ്റേ ദിവസം നമ്മുടെ ഗോമതി ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിക്കോട്ടെ നമ്മുടെ മുറ്റത്ത്. അപ്പൊ അമ്മ എങ്ങാനും വരികയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ സംസാരിക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഗോമതി ഇന്ദിരാമ്മയുടെ വരികയാണെങ്കിൽ ഇന്ദിരാമ്മയുടെ സംസാരിക്കാൻ വെച്ചാൽ ഗോമതി ആ വാതിക്കൽ മതിലിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടി ഒരുമിയൊക്കെ നിൽക്കാണ്. അമ്മയുടെ എനിക്ക് ചോദിക്കാലോ, മോളുടെ വിശേഷങ്ങളും ചോദിക്കാലോ. അങ്ങനെ ഇന്ദിരനെ നോക്കി എത്തി നോക്കുമ്പോഴേക്കും നമ്മുടെ അനു അത് കാണുന്നുണ്ട്. അപ്പൊ അനുക്ക് മനസ്സിലായി തന്നെ അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശീനെ നോക്കിയാണ് അമ്മ അവിടെ നിൽക്കുന്നതെന്ന്. അനു വേഗം തന്നെ നമ്മുടെ ഗോമതിയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. അമ്മ എന്നെ നോക്കിയാണോ ഇവിടെ മതിലിന്റെ അടുത്ത് നിന്നത്? ഞാനെന്തിനാണ് നിന്നെ നോക്കണത്? ഞാൻ എന്റെ അമ്മേനെ കാണാൻ വേണ്ടിട്ടാ ഇവിടേക്ക് വന്നിരുന്നത്. അമ്മേ, വർഷങ്ങൾക്ക് മുമ്പ് അമ്മ അച്ഛന്റെ കൂടെ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചപ്പോഴേക്കും അമ്മയുടെ അമ്മ, അതായത് മുത്തശ്ശിയും ഇതുപോലെ തന്നെ അമ്മേനെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുമായിരുന്നില്ലേ? അപ്പൊ അമ്മക്കും മുത്തശ്ശിക്കും ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ പരസ്പരം ഉണ്ടെങ്കിലും സ്നേഹമായിരുന്നില്ലേ അമ്മയുള്ളിലെ? അതുപോലെ അമ്മയുടെ മോളായിട്ടുള്ള ഞാനിപ്പോ അലോകിന്റെ കൂടെ ഒളിച്ചോടി പോയി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയാണ് അല്ലേ അമ്മേ? നിർത്തടി, നീ എന്താ തമാശ പറയുവാണോ? അല്ലമ്മേ, ഞാൻ ചുമ്മാ വെറുതെ, അതുപോലെ തന്നെയല്ലേ ഇതും എന്നാലോചിച്ചപ്പോ അതുപോലെ അല്ല ഇത്, ഞാനേ ഇറങ്ങിപ്പോയത് ആണൊരുത്തന്റെ കൂടെയാ, എന്റെ ബാലേട്ടന്റെ കൂടെ. ബാലേട്ടൻ അന്ന് സ്വന്തം കാലിൽ നിൽക്കുമായിരുന്നു, അതായത് നീതി ന്യായത്തിന്റെ കൂടെ മാത്രമേ ബാലട്ടൻ നിൽക്കുള്ളൂ. ഒരു വൃത്തികെട്ടവനല്ലായിരുന്നു ബാലട്ടൻ. നിന്റെ കെട്ടിയവൻ അങ്ങനെയാണോ? ലോക വൃത്തികെട്ടവൻ, പെണ്ണുപിടിയൻ, അവനുപയോഗിക്കാത്ത ലഹരി പദാർത്ഥങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയ നീ എവിടെ കിടക്കുന്നു? ബാലട്ടന്റെ കൂടെ നല്ലൊരു ഉത്തമ പുരുഷനോട് ഇറങ്ങിപ്പോയ ഞാൻ എവിടെ കിടക്കുന്നു? അതുകൊണ്ട് നീ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നീ പറഞ്ഞല്ലോ നിന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നത്. നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇവിടെ നിന്നത്, നിനക്ക് ഒരു സമ്മാനം തരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബക്കറ്റ് അങ്ങനെ തന്നെ, ആ വെള്ളം അങ്ങനെ തന്നെ അനുവിന്റെ മുഖത്തേക്ക് കോരി ഒഴിക്കുക കേട്ടോ. അപ്പോഴേക്കും അനു അമ്മേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ ഒഴിക്കലാണ്. അത് കണ്ട് ഇന്ദിരാമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഗോമതി, നീ എന്തേ ചെയ്തത്? എനിക്കിവളെ കാണണ്ട, എനിക്ക് ദേഷ്യമാണ്, ഇവളോട് പറഞ്ഞേക്ക് ഇവ മുറ്റത്തൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. ബാലേട്ടനോ എന്റെ ആമക്കളോ കണ്ട് ഇവളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അകത്ത് കയറി പോകണം. അനു പൊട്ടിക്കരയുന്നുണ്ട്. അനുവിനെ കൂട്ടിക്കൊണ്ട് മുത്തശ്ശി അകത്തേക്ക് കയറി പോവാട്ടോ. മുത്തശ്ശി പറഞ്ഞു, മോളെ നീ ഇതൊന്നും കാര്യത്തിലെടുക്കണ്ട, അവളുടെ മനസ്സിലെ വിഷമവും ആ ഒരു സ്നേഹവും എല്ലാം കൂടി കൊണ്ടാണ്
അവള് അങ്ങനെ ചെയ്തത്. മോള് വിഷമിക്കണ്ട എന്നാ മോള് തലയൊക്കെ തോർത്തതെന്ന് പറയാണ്. ഇത് കണ്ടിട്ട് അലോക് വരുന്നുണ്ട്. ആഹാ കൊള്ളാലോ, നീ എന്താടി രാവിലെ തന്നെ തലവഴി വെള്ളം ഒഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പണ്ടടക്ക് നീ കളിയാക്കണടാ, ഗോമതി അവളെ കണ്ടപ്പോ തലവഴി വെള്ളം ഒഴിച്ചു. ആഹാ അങ്ങനെ ചെയ്തവരെ ഏതാ ചോദിക്കണല്ലോ, എന്റെ ഭാര്യക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. എടാ നീ പോയി തുള്ളൊന്നും വേണ്ട, തലവഴി വെള്ളം ഒഴിച്ചത് അവളുടെ സ്വന്തം അമ്മയാണ്, അവൾക്ക് പരാതിയില്ലല്ലോ. അപ്പൊ നീ പോയി ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അലോകെ, വെറുതെ അവിടെ നിന്നോ. ആര്യനും ആകാശും ആനന്ദൊക്കെ വീട്ടിലുണ്ട്, അതുകൊണ്ട് നിനക്ക് പണി ഉണ്ടാക്കണ്ടെങ്കിൽ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയണം. അവരെനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചോദിക്കാൻ പോകണ്ട, അമ്മയും മോളും നമ്മുടെ പ്രശ്നം അവരെന്താ തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലോക് നൈസായിട്ട് തടി തപ്പുവാട്ടോ. അങ്ങനെ ആ പ്രശ്നം അവിടെ അങ്ങനെ തീർത്ത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അനുക്കൊരു ആഗ്രഹം, ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. അപ്പോ നമ്മുടെ അലോകിനെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊരു ആഗ്രഹം. അപ്പൊ അലോകിനോട് പറഞ്ഞു എന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന് പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയാണ്. അനു അപ്പൊ തന്നെ ആ അനന്തന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ വലിയ മാമ അലോകിനോടൊന്ന് പറയാവോ എന്റെ കൂടെ അമ്പലത്തിൽ വരാനായിട്ട്. അതിനെന്താ എടാ അലോകെ, മോളുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ എന്ന് പറയാണ്. അത് പിന്നെ വലിയച്ഛ അത് പിന്നെ മര്യാദക്ക് പോയിട്ട് വാടാ എന്ന് പറയണം. അങ്ങനെ അനുവിന്റെ കൂടെ അലോകും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ടേ അവർ തമ്മിൽ വഴക്കാണ് കേട്ടോ. നീ മുമ്പിൽ നടക്ക്, ഞാൻ മുമ്പിൽ നടക്കാം, ഞാൻ പുറകെ നടക്കാം, നീ പുറകെ നടക്ക്, അങ്ങനെ പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പൂജാരി ചോദിക്കണ്ടല്ല, നിങ്ങൾ ഭാര്യയും ഭർത്താക്കന്മാർ തന്നെയല്ലേ, അതോ ചേട്ടനും അനിയത്തിയാണോ? അല്ല വഴക്ക് കണ്ട അങ്ങനെ തോന്നും എന്ന് പറയുമ്പോഴേക്കും അനു പറയണ്ട, ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാ തിരുമേനി, പക്ഷേ രാവിലെ ചെറിയൊരു സൗന്ദര്യപ്പിണക്കം, അതാ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നതോ. ആയിക്കോട്ടെ, അല്ല പൂജക്ക് വഴിപാട് എടുക്കാനായിട്ട് അവിടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അനു വഴിപാടിന്റെ റെസിപ്റ്റ് എടുക്കാൻ പോകുമ്പോ അല്ല വായം പൊളിച്ച് അമ്പലത്തിലും കയറാണ്ട് അവിടെ ആ മരത്തിന്റെ സൈഡിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്, ആൽമരത്തിന്റെ സൈഡില്. ആ സമയത്താണ് ആ അമ്പലത്തിൽ നമ്മുടെ ജീവൻ വരുന്നത്. അതായത് ജീവൻ ആദ്യമായിട്ട് അനുവിനെ കണ്ടെന്ന് പറഞ്ഞ ഒരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലം തന്നെയാട്ടത്. അപ്പൊ ജീവൻ കുറെ നാളിന് ശേഷമാണ് ആ അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പൊ അമ്പലത്തിൽ വരുമ്പോ തന്നെ കാണുന്നത് അനുമോളെ. അപ്പൊ അനുമോളെ കാണുമ്പോൾ ജീവന് ദേഷ്യമൊന്നുമില്ല, നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ എന്നല്ലേ ചോദിച്ചുള്ളൂ അന്ന് കല്യാണം മുടങ്ങിപ്പോയപ്പോ. അങ്ങനെ ജീവൻ അനുമോളെ കാണുമ്പോഴേക്കും അനു എന്ന് പറഞ്ഞ് കൈ കാണിച്ച് വിളിക്കുകയാണ്. അപ്പൊ അതിന് അനു ജീവ പെട്ടെന്ന് വല്ലതൊരു വിഷമം കുറ്റബോധം പോലെ അനുക്ക് തോന്നും കേട്ടോ. അനു വേഗം തന്നെ മൈൻഡ് ചെയ്യാത്ത പോലെ പോകുമ്പോ അനു എന്താ ഇത്, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഞാൻ ജീവനാ, എനിക്ക് മനസ്സിലായി, ഞാൻ ജീവന്റെ മുഖത്ത് നോക്കാൻ ഫേസ് ചെയ്യാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല അനുമോളെ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാലമായില്ലേ, പിന്നെ എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടോ. ആണോ, എവിടെയാ പെൺകുട്ടി? ഞങ്ങളുടെയൊക്കെ അടുത്ത് തന്നെയാണ്, ആ പെൺകുട്ടി ടീച്ചറാണെന്നൊക്കെ പറയണം. അത് കൊള്ളാം, എന്തായാലും നന്നായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് ജീവന നല്ലൊരു പെൺകുട്ടിനെ കിട്ടട്ടെ എന്ന്. ഞാൻ അത്രമാത്രം ജീവനെയും വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ നാണം കെടുത്തിയില്ലേ, അതൊന്നും കുഴപ്പമില്ലടോ. താൻ സ്നേഹിച്ച ആളെ താൻ വിവാഹം കഴിച്ചല്ലോ, അയാളായിട്ട് താൻ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ, അലോകം എന്നല്ല പേര്. അല്ല മുമ്പ് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ, അതാ ചോദിച്ചേട്ടോ. കുഴപ്പമൊന്നുമില്ല ജീവ എന്ന് പറഞ്ഞോണ്ടിരിക്കെ അലോക് ഇത് കാണുന്നില്ല കേട്ടോ. എടീ, നിന്നെ വിവാഹം ഉറപ്പിച്ച പയ്യനായിട്ട് നീ സൊള്ളുവാണല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവിടേക്ക് വരുവാണ്. എടി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ജീവന് മുമ്പ് ഷോ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അലോക്. പക്ഷെ അതിനെ തക്ക മറുപടി തന്നെ അനു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം അവിടെ സോൾവ് ആവും. എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് മലയാളത്തിൽ വരാൻ വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.